സാധാരണയായി നമ്മൾ പറയുന്നത് വിദ്യാവെളിച്ചം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും. വിദ്യ വെളിച്ചമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. വിദ്യയുണ്ടെങ്കിൽ അജ്ഞാനത്തിൻ്റെ അന്ധകാരം മാറും എന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം. വിദ്യ എന്ന വാക്കിൻ്റെ മൂലം ഇൻഡോ യൂറോപ്യൻ ഭാഷകളിലെല്ലാം തന്നെ ഒരുപോലെയാണ്. ലത്തീൻ ഭാഷയിലായിരുന്നാലും മറ്റ് ഏത് ഭാഷകളിലായിരുന്നാലും ഇൻഡോ യൂറോപ്യൻ ഭാഷകളിലായിരുന്നാലും റഷ്യൻ ഭാഷ ഉൾപ്പെടെയുള്ള അതിൻ്റെ മൂലം വരുമ്പോൾ വിദ് എന്നുള്ളതാണ്. വിദ്യ എന്നുള്ളതിന് വിദ് എന്ന് അതിനർത്ഥം കാണുക എന്നാണ്. ലത്തീൻ ഭാഷയിൽ വിഡറേ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. അപ്പോൾ വിദ്യ എന്നുള്ളത് ഒരു കാഴ്ചയാണ്, അതൊരു ഉൾക്കാഴ്ചയാണ്. ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാണ് അന്ധകാരത്തിൻ്റെ ധാരാളം പ്രേരണകൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സമ്മർദ്ദമായി വരുമ്പോൾ ആ അന്ധകാരത്തിൻ്റെ അധിനിവേശത്തെ ചേർത്ത് നിൽക്കുവാൻ നമ്മളുടെ ഉള്ളിലൊരു വെളിച്ചം ഉണ്ടാവണം. ഈ മുറിയിലാകെ അന്ധകാരം പരന്നിരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. എൻ്റെ കണ്ണ് കാണാനുള്ളതാ, പക്ഷെ ഈ മുറി മുഴുവനും നിറഞ്ഞ് അന്ധകാരമാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരു കൊച്ചു കൈത്തിരിയുമായി ഒരാൾ കയറി വരുന്നു എന്ന് വിചാരിക്കൂ. അപ്പോഴെനിക്ക് ആ വെളിച്ചം കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല, വെളിച്ചമുണ്ടാക്കുന്ന ഒരു ചുറ്റുവട്ടമുണ്ട്. ആ വെളിച്ചത്തിൻ്റെ ചുറ്റുവട്ടം മുഴുവനും എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. കണ്ണ് കാണാനുള്ളതാണെങ്കിലും ഉള്ളിലുള്ള ആന്തര കണ്ണുകൾ കാണാനുള്ളതാണെങ്കിലും രണ്ടായിരുന്നാലും അകമായിരുന്നാലും പുറമായിരുന്നാലും അകക്കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും കാണണമെങ്കിൽ അകത്ത് ഒരു വെളിച്ചമുണ്ടാവണം, പുറത്ത് ഒരു വെളിച്ചമുണ്ടാവണം, എങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ കാഴ്ചയുടെ പ്രശ്നമല്ല, അവിടെ വെളിച്ചം ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രശ്നം. വെളിച്ചമുണ്ടാകുവാനുള്ള സാധ്യത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തിന്മയുടെ അന്ധകാരം അവിടെ നിന്ന് വിഭാടനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അകമേ ആയിരുന്നാലും പുറമേ ആയിരുന്നാലും ഈ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വെളിച്ചം ഉള്ളിലേക്ക് സംക്രമിപ്പിക്കുവാൻ കഴിയുന്ന ഒരാളുണ്ടാവണം. അതാണ് ഒരു അധ്യാപകൻ, ഒരു ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആലങ്കാരികമായ അർത്ഥം വെളിച്ചം തരുന്നവൻ എന്നാണ് അർത്ഥം. ഗു എന്നുള്ളതിന് ഗുപ്തം, അന്ധകാരം എന്നും, രു രശ്മി, വെളിച്ചം എന്നും പറഞ്ഞിട്ട് ഗുരുവിന് അന്ധകാരത്തെ വിഭാടനം ചെയ്യുന്നതാരോ അതാണ് ഗുരു. അത് വാച്യാർത്ഥമല്ല, ആലങ്കാരികമായ സാന്ദർഭികമായ ഒരർത്ഥം അതിൽ നമ്മൾ ആരോപിച്ചു കൊടുത്തിട്ട് ഗുരു വെളിച്ചം. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ മാറ്റിയെടുക്കുവാൻ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആളാണ് അധ്യാപകൻ, അധ്യാപിക, ഗുരു എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. നമ്മളുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ടാകാൻ, ആ വെളിച്ചത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ കടന്നു വരുന്ന ആളാണ് ഗുരു എന്ന സങ്കല്പം മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. ഉള്ളിലുള്ള അന്ധകാരത്തിൻ്റെ അധിനിവേശത്തെ വിഭാടനം ചെയ്യാൻ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു ബോധവും അത് വിഭാടനം ചെയ്യേണ്ടതാണ്, മാറ്റിയെടുക്കേണ്ടതാണെന്നുള്ള ഇച്ഛാശക്തിയും ശക്തമായി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുമാണ്.
അതിനൊരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഓരോ നിമിഷവും ഉണ്ടായി വരുന്ന ഒരു സമകാല സാഹചര്യത്തിൽ തീർച്ചയായും കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അതിനെ ചേർത്ത് നിൽക്കണം എന്നുള്ളതാണ്. ഈ സ്കൂളിൽ പഠിക്കുന്നവർ ഹൈസ്കൂളും UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. UP പഠിക്കുന്നവരില്ല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഉള്ളത്. UP നമുക്ക് വേറെ ആയിട്ടുണ്ട്. അവരുടെ പ്രായഘട്ടം അവർ വളർന്നു വരുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ധാരാളം പരീക്ഷണങ്ങൾ, പരിശോധനകൾ, അതിനെതിരായി വരുന്ന ധാരാളം എതിർ തരംഗങ്ങൾ, സാധ്യതകൾ, അകമേയും പുറമേയും ശാരീരിക വളർച്ച, മാനസിക വികാസം, ലോകത്തിലെമ്പാടും നമ്മൾ കാണുന്ന ഒത്തിരി പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും പരിഹാരം തന്നെ ഉണ്ടായിക്കോളും. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു വിദ്യാവെളിച്ചത്തിൻ്റെ പരിസരം, പുറമേയുള്ള അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പുറമേയുള്ളത് മാറ്റിയെടുക്കുമ്പോഴുണ്ടാകുന്ന വെളിച്ചവും നമ്മളുടെ ആഴത്തെ വികസനത്തിൽ നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ട വെളിച്ചവും തമ്മിലുള്ള പാരസ്പര്യം, അന്യോന്യത, പരസ്പര പൂരകമായി നിൽക്കുന്ന ഒരു സാധ്യത, അങ്ങനെ ഒരു വെളിച്ചത്തിൻ്റെ ചുറ്റുവട്ടം സൃഷ്ടിച്ചെടുക്കുകയാണ് വിദ്യാലയം. അതുകൊണ്ടാണ് വിദ്യാലയം എന്ന് തന്നെ പറയുന്നത്. വിദ്യാലയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരാലയം, ഒരു വീടായത്. ആ വീട്ടിൽ വെളിച്ചം അന്വേഷിച്ച് വരികയാണ് കുഞ്ഞുങ്ങൾ. വെളിച്ചം പകരാൻ നിൽക്കുകയാണ് ഗുരുക്കന്മാരും ഗുരുജനങ്ങൾ ആകമാനവും. ഈ ഒരു സങ്കല്പം ഇവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും ഉണ്ടാവുക, ഇവിടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവുക. ആ ദർശനം മങ്ങിപ്പോകാതെ കാത്തു സൂക്ഷിക്കുക. തീർച്ചയായും ഇതൊരു വലിയ കാര്യമാണെന്ന് കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ ആവശ്യമുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയും കൂടെയാണ്. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മളുടെ മൊത്തം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള മൊത്തം സ്കൂളുകളിൽ ഏറ്റവും മികവുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഇത് പുനരുദ്ധരിക്കപ്പെട്ട് പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് സമാനമായ ഒരു ഓഡിറ്റോറിയം നമ്മൾ വേറൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഓഡിറ്റോറിയം മറ്റു പലയിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ അതിനുള്ള സാഹചര്യമുണ്ടായി. തീർച്ചയായും അതിന് സ്കൂൾ മാനേജ്മെൻറ്റിനെ സഹായിച്ചത് നമ്മുടെ കോൺട്രാക്ടറും കൂടെ ആയിരിക്കുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡോക്ടർ ബിജു സി തോമസ് ആണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതിന് രൂപകൽപ്പന ചെയ്തു. ഇവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഇതിൻ്റെ ചുവരുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ചിലവുകൾ വന്നു. പക്ഷെ അങ്ങനെ ഒന്നുണ്ടാക്കിയപ്പോൾ, പുതുതായി ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ അതൊരു മാതൃകാ ഓഡിറ്റോറിയം, നമ്മുടെ സ്കൂളുകളിലെ മാതൃകാ ഓഡിറ്റോറിയമായിരിക്കണം. മാത്രവുമല്ല, പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫേലിക്സിനോസ്, നമ്മൾ കൊച്ചു തിരുമേനി എന്ന് വിളിക്കുന്ന ആ പുണ്യശ്ലോകനായ മെത്രാപ്പോലീത്ത തിരുമനസിലെ ഓർമ്മ നിലനിർത്തുന്ന ഒരു ഓഡിറ്റോറിയം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നു. മാത്രമല്ല, ഇവിടെ ചെങ്ങന്നൂരിൻ്റെ തിലകക്കുറിയായി വരുന്ന ഒരു പ്രദേശമാണ് പള്ളിയും പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടവും. ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ വർഗീസ്
തോമസ് വർഗീസ് അമേരച്ഛനാണ് ഇപ്പോഴതിൻ്റെ വികാരി എന്നുള്ളതും ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അച്ഛനെ സ്ഥാനന്യായേന ഈ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിലെ ഒരു അംഗവും കൂടെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഉദ്ഘാടനം സമുചിതമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഇത് വളരെ അനുഗ്രഹീതമായൊരു കാര്യമാണ്. ഇത് ഈ വിദ്യാലയത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടി മാത്രമല്ല, ഇങ്ങനെ ഒരു ഇടം, ഇവിടെ ഒരിടം ചെങ്ങന്നൂരിൽ നിന്ന് ഒരല്പം ഇങ്ങോട്ട് മാറി, അല്പം അകലെ മാറി ആളുകൾക്ക് വന്ന് സംഗമിക്കുവാനുള്ള ഒരിടം കൂടെയാണ്. സാഹിത്യകാരന്മാർക്ക്, സാംസ്കാരിക നേതാക്കൾക്ക്, വിദ്യാഭ്യാസ വിചക്ഷണർക്ക്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സംഗമങ്ങൾ കൂടെ ഇവിടെ ഉണ്ടാവുകയും താല്പര്യമുള്ള കുട്ടികൾ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവർ അത്തരം സംഗമങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു വെളിച്ചമുണ്ട്. അതും കൂടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഒത്തുകൂടലിനുള്ള ഒരിടം മാത്രമല്ല, ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രധാന പട്ടണമായ ചെങ്ങന്നൂരിനോട് ചേർന്ന് സാഹിത്യകാരന്മാർക്കും സാംസ്കാരിക നായകർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പ്രവർത്തിക്കുന്നവർക്കും ഇവിടെ ഒത്തുകൂടാൻ, ആ ഒത്തുകൂടലുകളിൽ ഇവിടുത്തെ അധ്യാപകരും ഇതിനോട് ചുറ്റുവട്ടത്തിലുള്ള അധ്യാപകർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും താല്പര്യമുള്ളവർക്കും ഒന്ന് സംബന്ധിക്കുവാൻ, അത് വാടകയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കാനല്ല, ഇങ്ങനെ ഒരു സാംസ്കാരിക കൂട്ടായ്മകളും കൂടെ സൃഷ്ടിച്ചെടുക്കുവാനും കഴിയണം വിദ്യാലയത്തോട് ചേർന്ന് എന്നുള്ള ദർശനവും സങ്കല്പവും ഇതിൻ്റെ പിമ്പിലുണ്ട് എന്നും ഞാൻ പ്രത്യേകം ഈ അവസരം ഓർക്കുന്നു. ഇങ്ങനെ ഈ ഓഡിറ്റോറിയം പണിതീർക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുന്നതിലും ഇതിന് രൂപകൽപ്പന ചെയ്യുന്നതിനും ഡോക്ടർ ബിജു സി തോമസിൻ്റെ സംഭാവനയും, പക്ഷേ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ബിജു ടി മാത്യു അച്ഛൻ്റെ പ്രത്യേകമായ സമർപ്പണവും മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അവരോടുള്ള ചാരിതാർത്ഥ്യം ഞാനിവിടെ പ്രകാശിപ്പിക്കുകയാണ്. എല്ലാം അനുഗ്രഹകരമായി തീരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെയും ഈ നാട്ടിൻ്റെ മൊത്തത്തിലുള്ള സാംസ്കാരികവും സാഹിത്യപരവുമായ വിദ്യാഭ്യാസപരവുമായ ആ കാര്യങ്ങളിലൊക്കെ നിഷ്ണാതരായ ആളുകളുടെ ഒത്തുകൂടലിനുള്ള ഒരു കേന്ദ്രമായും കൂടെ ഈ ഓഡിറ്റോറിയം പരിലസിക്കണം എന്ന വാക്കുകളോടുകൂടെ ദൈവനാമത്തിൽ ഇത് ഏവരുടെയും അനുഗ്രഹത്തിനായി വിദ്യാവെളിച്ചം എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു കേന്ദ്രമായി തീരുവാൻ ഓഡിറ്റോറിയം ഞാൻ എല്ലാവരുടെയും നന്മയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.